ഇത് പാറ നല്ല ഗ്രിപ്പായിരിക്കും. മഴയുള്ള സമയത്ത് ഇങ്ങനെ കയറി ഇരിക്കരുത്. അതേപോലെ അവിടെ നമ്മളൊരു ശീല കണ്ടത് കേട്ടോ. 10 രൂപ നെഞ്ചാൻ കത്തി. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം പോകുന്നത് ഒരു അടിപൊളി ഒരു പാറയിലേക്കാണ് കേട്ടോ. ആ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചടയമംഗലം പാറ, അഞ്ചൽ സിറ്റിയുടെ കുറച്ച് ഭാഗം, ആയൂർ, കുറച്ച് നല്ല നല്ല ഏരിയകൾ കാണാൻ പറ്റും. അപ്പം ഈ പാറയിലോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ ഗൂഗിൾ മാപ്പിനത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പാറയോടെ എത്തത്തില്ല. അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ച് വരുന്നത് നല്ലത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങൾ പോയി കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കയറി പാറയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ പാറയിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയൂർ അഞ്ചൽ പോകുന്ന വഴിയിൽ ഈ കോഴിപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പണ്ട് കോഴിപ്പാലം എന്ന് പറയാൻ കാരണം ഇവിടെ ആ പാലം ചെറുതായിരുന്നു, ഇപ്പോൾ പാലം വലുതായി. ഇപ്പോൾ അത് പെരിങ്ങള്ളൂർ പാലം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും പണ്ടുള്ളവർ ഇപ്പോഴും കോഴിപ്പാലം തന്നെ പറയുന്നത് കേട്ടോ. ഇത് ഇത്തിക്കരാറിൻ്റെ കുറുകയാണ് ഈ പാലം ഉള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നുണ്ട്. ഗൂഗിൾ മാപ്പിനകത്ത് ഒരു 5 മിനിറ്റുള്ളിൽ നമ്മൾ ആ പാറയുടെ മുന്നിൽ ചെല്ലുന്ന. പക്ഷേ എന്തായാലും ഇത് ചോദിച്ച് പോകാം കേട്ടോ. ആരും വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ചില സമയത്ത് ഇത് റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു പാറയാണ്. നല്ല മനോഹരമായ പാറയാണ് കേട്ടോ. നല്ല വ്യൂ കിട്ടുന്ന ഒരു കിടക്കാച്ചൊരു പാറയാണ്. പാറയിലോട്ട് പോവുക. അപ്പം ഇടയ്ക്ക് നല്ല വഴി എത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ നാട്ടും പുറത്ത് വഴി കൂടെ നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിയണം. നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കയറി പോകണം. അങ്ങനെ നമ്മൾ വലത്തോട്ട് കയറി വരുന്ന സമയത്ത് വീണ്ടും ഇടത്തോട്ടും വലത്തോട്ടും കാണുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നമ്മളെ വിട്ട് വട്ടം കറങ്ങുവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് ചോദിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ചോദിക്കാം പാറയിലോട്ട് പോകുന്ന വഴി എവിടെയാണ്. അങ്ങനെ ഈ ചേട്ടൻ ചോദിച്ചു കേട്ടോ. ഈ ചേട്ടൻ കറക്റ്റായിട്ട് നമ്മൾ ആ സ്പോട്ടിൽ കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ്റെ പുറകെ പോവാണ് കേട്ടോ. ആ ചേട്ടനെ ഫോളോ ചെയ്ത് ഞാൻ പോവുകയാണ്. ചില നാട്ടിൽ ചിലപ്പോഴേ നമ്മളെ സഹായിക്കാൻ വേണ്ടി ചില ആൾക്കാർ അവിടെ കാണും. ആ സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവം എന്ന് പറയത്തില്ലേ, ഇപ്പം എൻ്റെ മുന്നിലെ ദൈവം എന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. കാരണം എനിക്ക് പാറയിൽ എത്താൻ പറ്റും, എന്നാൽ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി വട്ടം കറങ്ങി അവസാനം എത്തും. പക്ഷെ അതിനു മുന്നേ ഈ ചേട്ടനെ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ ആ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ആ ചേട്ടനെ കണ്ടത് കാര്യമായി. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഞാൻ കറങ്ങി തിരിഞ്ഞ് പാടുപെട്ട. അങ്ങനെ നമ്മളാണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലാണ് ഈ പാറ. ഈ പാറയുടെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ചടയമംഗലം പാറയൊക്കെ കാണാൻ പറ്റും. പിന്നെ അഞ്ചലിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റും, ആയൂരിൻ്റെ, ചടയമംഗലം, അങ്ങനെ കുറേ ഏറുകൾ കാണാൻ പറ്റും കേട്ടോ. ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൽ നമ്മുടെ പ്ലാസ്റ്റിക് പോകുന്നത് പറയുന്ന പൂവ്. ഇവിടെ നോക്കി എനിക്ക് പാറ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നു എനിക്കറിയില്ലാണ്ട് ഒരുമാതിരി ഇങ്ങനെ ഇത് മുള്ളുപിടി കേട്ടോ. ഈ തട്ടാതെ ഒഴിക്കുന്നത് നല്ലത്. അങ്ങനെ നമ്മളിപ്പോൾ പാറയുടെ അടുത്തെത്തി. ഇതാണ് ഗൈസ് പാറ, ആയൂർ പാറ. നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റും കേട്ടോ. അതിന് മേളിലോട്ട് കയറാൻ പറ്റത്തില്ല, കയറാൻ പറ്റും. അപ്പുറത്തൂടെ കയറി ചരിവാണ് ബാക്ക് സൈഡിൽ. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഈ ആനപ്പുറത്ത് കയറുന്ന പോലെ പിടിച്ച് കയറിപ്പോവാം. പക്ഷേ അത് റിസ്ക്കാണ് കേട്ടോ.
അങ്ങനെ ആരും ചെയ്യരുത്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. സേഫ്റ്റി ഇല്ലാത്തത് നമ്മൾ അങ്ങനെ സാഹസം കാണിച്ചാൽ പറയാൻ പറ്റത്തില്ല, പണി കിട്ടും കേട്ടോ. രമണ്ണ പാറ കേട്ടോ. കണ്ടാ, ഞാൻ നിൽക്കുന്ന ഒരു ചരിവിലാണ്ടാ, ചരിവിലാണേ. നമ്മൾ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ടോപ്പിൽ പോയിരിക്കാം. ഏറ്റവും ടോപ്പല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോവാം. കുറച്ച് റിസ്ക്കാണ് കേട്ടാ. മേലോട്ട് വന്നപ്പോഴേ കുറച്ചിരി റിസ്ക് ഉണ്ട്. എൻ്റെ പൊന്നോ, അടിപൊളി. അയ്യോ, ഇവിടെ ഹെൽമെറ്റ് വെക്കാം. ഹെൽമെറ്റ് സേഫാന്ന് തോന്നുന്നു. അറിയട്ടെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പല ചിലപ്പം ഇതിന് കുഴപ്പമില്ല. ഒരു കൈ ഫ്രീ ആയി, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ട കയറിയിരുന്നു. സേഫായി. മഴ സമയത്തൊന്നും നമുക്കിങ്ങനെ കയറി ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാല് തെന്നും. ഇപ്പോൾ നമുക്ക് ഈ മഴ ഇല്ലാത്തതുകൊണ്ട് ഇത് പാറ നല്ല ഗ്രിപ്പായിരിക്കും. മഴയുള്ള സമയത്ത് ഇങ്ങനെ കയറി ഇരിക്കരുതേ, പറയാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തെന്നിയാൽ മതി, ആ പോർഷൻ താഴെ പോകും. പാറയുടെ ഇവിടെ ഇരുന്നിട്ടേ നല്ല രീതിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ, അടിപൊളി. അതുകൊണ്ട് അവിടെയാണ് ചടയമംഗലം പാറ, കണ്ടോ. നമുക്ക് ആ ഭാഗത്തോട്ട് പോയി ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം ഇവിടെ നല്ല ചരിവാണെങ്കിലേ അവിടെ ഉത്തരം അടക്കുക, വീണ് കഴിഞ്ഞാൽ താഴെ പോകും. നമുക്ക് ഗ്രിപ്പില്ലെങ്കിലേ ഇവിടെ നിന്ന് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചടയമംഗലം കാണാൻ പറ്റുന്നുണ്ട്, പാറയും കാണാൻ പറ്റുന്നുണ്ട്, ആയൂരത്തെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, അഞ്ചലിൻ്റെ ഉണ്ട്, ആ ഭാഗം അഞ്ചലാട്ടോ. അതങ്ങ് അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും. അഞ്ചൽ ഭാഗം നമുക്ക് ഇത്രയും ഹൈറ്റ് നിൽക്കാതെ തന്നെ നമുക്ക് അഞ്ചലിൻ്റെ ആ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡൊക്കെ ആയൂരാണ്, ഈ സൈഡൊക്കെ ചടയമംഗലമാണ്. അവിടെ നിന്ന് ചടയമംഗലം പാറ കാണാനും പറ്റും, നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടുന്ന് ചടയമംഗലം പാറ കാണാൻ പറ്റുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങും കേട്ടോ. താഴോട്ട് ഇറങ്ങിയാണ് അപ്പുറ സൈഡിലോട്ട് പോകാൻ. ഇപ്പം താഴോട്ട് ഇറങ്ങുന്ന കുറച്ച് റിസ്ക്കാണ്. നമ്മൾ കയറി വന്നതുപോലല്ല താഴോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇരുന്ന് വേണം ഇറങ്ങിപ്പോകാൻ. കാരണം നമ്മൾ ചെറുതായിട്ട് ഉന്തിയാൽ മതി, പോരാ താഴെ പോകും. ഞാൻ നിൽക്കുന്ന തന്നെ ഒരു വല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നൈസായിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം. ഇറങ്ങുന്നതേ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. ഞാൻ ഇരിക്കുന്നുണ്ട്. കയറി വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നടാ മോനെ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചും ഗ്രിപ്പുണ്ട്. അപ്പോൾ ഓരോ വാളിന് വെട്ടുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഹെൽമെറ്റ് എടുത്ത് ഗൈസ്, ഹെൽമെറ്റ് എടുത്തു. നമുക്കിനി പെയ്യെ താഴോട്ടിറങ്ങാം ഗൈസ്. അങ്ങനെ കുറച്ച് ഭാഗം ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കുക. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇറങ്ങുന്ന രീതി ഉണ്ടോ? ഞാൻ തന്നെ കണ്ടുപിടിച്ച സംഭവം. ഫാൻ്റെ അവസാനം ഇങ്ങനെ പോകാതിരുന്ന ഭാഗ്യം. അതിൻ്റെ പിന്നെ സംഭവം കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി പാറയാണ്, ഒരു അനുഭവമാണ്. വെറൈറ്റി ഒരു അനുഭവം, വെറൈറ്റി ഒരു പാറയാണ് അത്. അയ്യോ, മുന്തി കഴിഞ്ഞ് താഴെ പോകും.
പോയി ചെറിയൊരു ഗ്രിപ്പ് കിട്ടി കേട്ടോ. രക്ഷപ്പെട്ടു. ഇനി കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രയാസമില്ലാതെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. പോകുന്നത് ഈ അയ്യം വഴി കയറി പോകണം. ഇവിടുന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പാറയുടെ ലുക്ക് പോയിക്കണം. ഞാൻ ഇരുന്ന് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും അവിടെ കയറി ഇരിക്കത്തില്ല. കണ്ടോ, ഞാനങ്ങ് ഇങ്ങനെ വളഞ്ഞ് വരുന്ന അവിടെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഒരു വേറൊരു ഷേപ്പ് കേട്ടോ ഈ പാറയ്ക്ക് ഇല്ലേ. നമ്മൾ താഴോട്ട് ഇറങ്ങി നോട്ടോ, പാറയുടെ അപ്പുറത്ത്. ഇവിടെ വരുന്നവരെ സൂക്ഷിച്ച് വരണം കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഇതുപോലത്തെയൊക്കെ സ്ഥലമാണ് നമ്മൾ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉരുണ്ട് പാറകളുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ. ഇത് ഫുള്ള് റബ്ബറും തോട്ടമാണ്. ഇവിടെ ഒരു ചെറിയൊരു വഴി കാണും കേട്ടോ. 100 രൂപ. ഓ അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പാറയുടെ അത്ര ഹൈറ്റ് പോലും ഇവിടെ വന്നില്ല. പക്ഷെ ഇവിടുന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ച. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 നമ്മൾ കാണാം ഈ സൈഡിൽ. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. 1000 വലിയ പാറ കേട്ടോ, രമണ്ണം പാറ കേട്ടോ. ഇത് നമ്മൾ കാണുന്നതും നമ്മൾ ആദ്യം കണ്ട പോലൊന്നുമല്ല. ഈ പാറ ഫുള്ള് ഇങ്ങനെ എന്തോ ചാല് പോലെ ഒഴുകി ഒരുമാതിരി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു തിട്ട പോലെ. രമണ്ണം പാറ കേട്ടോ, ഭയങ്കര നീളം, വലിയ പാറയാണ്. ഞാൻ അപ്പുറ സൈഡ് പോവാം. ഓ ഈ പാറ കാണുമ്പോൾ പിന്നെ മുകളിൽ കയറി കഴിഞ്ഞ് എന്ത് വരിക ഇല്ലയോ. പക്ഷെ അങ്ങോട്ട് വഴിയൊന്നുമില്ല, നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിട്ട് അങ്ങനെ പോകണം. അന്ന് അപ്പുറത്തോടല്ലേ ഈ വഴിയുണ്ട് കേട്ടോ. ഇത് വല്ലാത്ത ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരും എൻ്റെ കൂടെ ഇല്ല. ഒറ്റയ്ക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിത് ഇവിടെ ആരുമില്ല, ഒരുമാതിരി കാട് പിടിച്ച സ്ഥലം. 2-3 പേര് വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പേടിച്ചു പോയി ഗൈസ്. അയ്യോ, ഇവിടെ ചെറിയൊരു ശില കാണാൻ പറ്റുന്നുണ്ട്. ഓ പേടിച്ചു പോയി. ശീല ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോഴേ ഒരു കറുത്ത രൂപം. നെഞ്ച് ഞാൻ കത്തി. ഇപ്പോൾ കാണുന്നത് അതിനേയും കാട്ടിലും കിടിലമായിട്ടൊരു വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാറയുടെ ഏകദേശം നീളം നമുക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ പുൽമേട് പോലത്തെ സ്ഥലം. കണ്ടോ എത്രമാത്രം ഏരിയ നമുക്ക് ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ആ പാറയുടെ അത്ര ഹൈറ്റ് കയറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് തന്നെ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുടുക്കത്ത് പാറ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ട കുടുക്കത്ത് പാറ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കുടുക്കത്ത് പാറ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം ഹെൽമെറ്റ് ഇവിടെ നിന്ന് വെച്ചോട്ടെ, വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ നല്ല കാറ്റാട്ടോ, സൂം ചെയ്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു തേങ്ങാപ്പൂള് പോലെ ഈ സാധനം കണ്ടോ, അതാണ് കുടുക്കത്ത് പാറ. ആ പാറയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടിപൊളി പാറയാണ്. പക്ഷേ ആ പാറയുടെ ടോപ്പിൽ കയറാൻ പറ്റത്തില്ല. പക്ഷേ ആ ടോപ്പിൽ കയറുവാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല മറ്റേ അത് പിന്നെ വനത്തിൻ്റെ ഉള്ളിലൊരു പാറയാണ്. ഇതെന്ന് പറഞ്ഞാൽ റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിലൊരു പാറയാണ്. പക്ഷെ എന്നാലും നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. കാരണം വലിയ പ്രയാസമൊന്നുമില്ല ഈ പാറയിലോട്ട് കയറാൻ. നമ്മൾ ഈ വരുന്ന വഴി കുറച്ച് ഇച്ചിരി ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ കയറി വരാം. ഞാൻ ആദ്യം കയറിയിരുന്ന അവിടെ ആണെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, കയറിപ്പോകാൻ പ്രയാസമില്ല കൈ. പക്ഷേ നമ്മൾ ഇറങ്ങി വരാൻ നേരത്തെ കുറച്ച് കഷ്ടപ്പെടും. ഉണ്ടോ രമണ്ണം പറയാം.
ഒരു ചെറിയ കാവുണ്ട് കേട്ടോ, ഉണ്ടോ? അവിടെ ഒരു ശില്പം നമ്മൾ കണ്ടതാണ്, ഒരു ശില്പമല്ല. ഇവിടെ ഒരു ചെറിയൊരു കാവുണ്ട്, ഒരു പാറയുടെ സൈഡിൽ. അതേപോലെ അവിടെ നമ്മളൊരു ശില കണ്ടത് കേട്ടോ. ആ കയറി വരുന്ന ഭാഗം മാത്രം കുറച്ച് ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഗൈസ്. വലിയ പ്രയാസമില്ലാതെ കയറി വരാൻ പറ്റുന്ന പാറ. അല്ലാത്ത കുടുക്കുത്തോറൊക്കെ കയറിയ സമയത്ത് ഞാൻ ആഴ്ച എൻ്റെ ഊപ്പാട് വന്നു പോയതാ. അപ്പോൾ അത്ര കുത്തനടക്കുന്ന പാറയാണ് കുടുക്കുത്തോറ. ഇതാണെങ്കിൽ അത്രയും ഹൈറ്റ് കയറുകയും വേണ്ട, നല്ല രീതിയിൽ വ്യൂവും കാണാൻ പറ്റും. കുടുക്കുത്തോറ ആയിരുന്നെങ്കിൽ ഇത് ഫുള്ള് വനമാണെങ്കിൽ ഇത് ഫുള്ള് ഇപ്പോൾ റബ്ബർ തോട്ടം. അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ കുടുക്കുത്തോറ എന്ന് പറഞ്ഞാൽ കുത്തനടക്കുന്ന പാറയും ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ കുടുക്കുത്തോറങ്ങാട്ടൊരു വലിയ നീളമുള്ള പാറ എനിക്ക് തോന്നുന്നു ഈ മലപ്പേര് പാറയാട്ടോ, ഈ ആയിരവല്ലി പാറ. ഈ ആയൂര് ഭാഗത്ത് ഈ ആയിരവല്ലി പാറ ഇത് മാത്രമല്ല, ചെറിയ വെള്ളിനല്ലൂർ ചെന്നാലും നമുക്ക് ആയിരവല്ലി പാറ കാണാൻ പറ്റും. അതേപോലെ കൊട്ടാരക്കര ഭാഗത്ത് പോയാൽ നമുക്ക് ആയിരവല്ലി പാറ കാണാൻ പറ്റും. ഈ ചില പാറകൾക്ക് മെയിനായിട്ടും പേര് വരെ നിൽക്കുന്ന ആയിരവല്ലി പാറയാണെന്ന് തോന്നുന്നു കേട്ടോ. മിക്കയിടത്തും ആയിരവല്ലി പാറ എന്ന പാറയുണ്ട്. ഇപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ആയൂർ അടുത്താണ്, അഞ്ചൽ ആയൂർ പോകുന്ന വഴിയിൽ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ ആയിരവല്ലി പാറ. ഓക്കെ, പിന്നെ ഇവിടെ വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ആയൂർ അഞ്ചൽ പോകുന്ന ആ വഴിയാണെങ്കിൽ കോഴിപ്പാലം എന്ന് പറയുന്ന പാലമുണ്ട് കേട്ടോ. കോഴിപ്പാലം എന്ന് പറഞ്ഞാൽ പണ്ട് അത് കോഴിപ്പാലം പറയാൻ കാരണം ചെറിയൊരു പാലമായിരുന്നു. ഒരു ബൈക്കിനും പിന്നെ ചെറിയ ഓട്ടോകൾക്കൊക്കെ കഷ്ടിച്ച് പോവാം, അതേ ഉള്ളായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പാലം നല്ല വീതിയായി. ഇപ്പോൾ പെരിങ്ങള്ളൂർ പാലം എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. പണ്ട് കോഴിപ്പാലം എന്ന് പറഞ്ഞ് പണ്ടുള്ളവർ ഇപ്പോഴും കോഴിപ്പാലം എന്ന് തന്നെ പറയുന്നത്. പിന്നെ അത് മാറി വരുമായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ വന്നിട്ട് കൂടിപ്പോയൊരു 1 കിലോമീറ്റർ അകത്തേ ഉള്ളൂ. ഇത് ഒരു 5 മിനിറ്റ്, അവിടെ നിന്ന് ഒരു 5 മിനിറ്റിൻ്റെ യാത്ര ചെയ്താൽ നമുക്ക് ഈ പാറയുടെ എത്തും. പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കി ഒരിക്കലും വരാതിരിക്കുക. ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴി ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ നിന്ന് കയറുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിരുന്നു, പക്ഷേ സംഭവം എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വരുന്ന വഴിയിൽ ഒരു അണ്ണനെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു. നമ്മൾ ഈ പാറയുടെ എൻട്രൻസിൽ അവിടെ എത്തിച്ചേട്ടോ. ചിലയിടത്തൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കി പോകാം, കാരണം മെയിനായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തിരിക്കുന്നുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് വഴി നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചോദിച്ചു പോകുന്നത് നല്ലത്. പിന്നെ കടക്കൽ ഭാഗത്ത് വരുന്നവരാണെങ്കിൽ മഞ്ഞപ്പാറ കഴിഞ്ഞിട്ട് ആയൂരോട്ട് പോകുന്ന വഴിയിൽ മലപ്പേര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു വഞ്ചിപ്പെട്ടിയും ഒരു ആർച്ചുണ്ട്. ആ വഴി വലത്തോട്ട് കയറി നേരെ ഇവിടെ എത്താം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളിയായിട്ടൊരു വീഡിയോയിൽ കാണാം.